സംസ്ഥാനത്ത് 4 ദിവസത്തെ വിലയിടിവിന് ശേഷം സ്വർണ്ണവിലയിൽ വർധനവ്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,07,120 രൂപയായും ഗ്രാം വില 13,390 രൂപയായും ഉയർന്നു. ആഗോള വിപണിയിലെ സ്വാധീനം തന്നെയാണ് ആഭ്യന്തര സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, US-ഇറാൻ സമാധാന കരാറിലെ അനിശ്ചിതത്വം സ്വർണത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ട്വിസ്റ്റ്. 4 ദിവസത്തെ വിലയിടിവിന് ശേഷം സ്വർണ്ണവില കുതിക്കുന്നു. പവന് 1,07,120 രൂപയും ഗ്രാമിന് 13,390 രൂപയുമായി ഉയർന്നു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം പവൻ വിലയിൽ ഏകദേശം 4,160 രൂപയുടെ കുറവായിരുന്നു രേഖപ്പെടുത്തിയത്. മറ്റ് ക്യാരറ്റുകളുടെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,005 രൂപയും 14 ക്യാരറ്റ് ഗ്രാമിന് 8,750 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവിലയിൽ നേരിയ വർധനവുണ്ടായെങ്കിലും ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇടിവ് ഇപ്പോൾ തുടരുകയാണ്. രാജ്യാന്തര സ്വർണ്ണവില 1.18% ഇടിഞ്ഞ് $4,160 കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിച്ചത്. വ്യാപാരത്തിനിടയിൽ $4,120 വരെ താഴേക്ക് പോകുന്ന സാഹചര്യം കണ്ടിരുന്നു. മാത്രമല്ല, അമേരിക്കയിലെ പണപ്പെരുപ്പം ലക്ഷ്യമിട്ട് 2% തിരികെ എത്തിക്കുന്നതിനായി ഈ വർഷം അവസാനത്തോടെ പലിശ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കുമെന്ന സൂചനയും US ഫെഡറൽ റിസർവ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്നാണ് അസംസ്കൃത എണ്ണയുടെയും ഊർജ്ജത്തിന്റെയും വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് പണപ്പെരുപ്പ സമ്മർദ്ദം ശക്തമാക്കിയത്. പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നത് സാധാരണ സ്വർണത്തോടുള്ള താൽപര്യം കുറയ്ക്കുന്ന ഘടകമാണ്. ഉയർന്ന പലിശ ലഭിക്കുന്ന നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകർ ചുവടുമാറുന്നതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുകയും വില വീണ്ടും താഴുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്വർണത്തിന് വലിയ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ജൂൺ 11 രേഖപ്പെടുത്തിയ 13,350 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ ഗ്രാം നിരക്ക്. 1,06,800 രൂപയാണ് ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക്. ആഗോള വിപണിയിലെ സ്വാധീനം തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര സ്വർണ്ണവിലയിലും കാണുന്നത്. US-ഇറാൻ സമാധാന കരാറിലെ അനിശ്ചിതത്വം സ്വർണത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എണ്ണവില കുറഞ്ഞെങ്കിലും ഡോളർ കരുത്താർജിക്കുന്നത് സ്വർണത്തിന് വലിയ തിരിച്ചടിയായി മാറി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.